വരെ ഞാനൊരു മദ്യാസക്തൻ ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിലായിരിക്കുന്നതുകൊണ്ടും ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് വിജയൻ. ഹായ് മഷേ, ഹായ് ഹായ്. ഹായ് വിജയ് മാഷേ. ഹായ് ഹായ്. ഹായ് ഹായ്. വളരെ സുഖമായിട്ടും സന്തോഷമായിട്ടും പോകുന്നു. ഒരു ഓണക്കാലം കൂടി എത്തി. എല്ലാവരും ഓണത്തിന്റെ ഒരുക്കങ്ങളും തിരക്കുകളും ഒക്കെ ആയിരിക്കും. തുടക്കം തന്നെ പറയാനുള്ളത്, ഓണം ഒരു മദ്യാസക്തനായ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയാനകമായ ഓർമ്മകളാണ് സമ്മാനിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും 23-ാമത്തെ ഓണമാണ്, മദ്യരഹിതമായ 23-ാമത്തെ ഓണമാണ് വരാൻ പോകുന്നത്. ആദ്യത്തെ ഓണം കടക്കൂല എന്ന് ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വിധി എഴുതിയത്. ജൂലൈ 9-ന് കൂടി നിർത്തിയിട്ട് ആദ്യത്തെ ഓണം കടക്കൂല എന്ന് ഉറപ്പിച്ചിരുന്നു. ഏതായാലും ദൈവം സഹായിച്ചപ്പോൾ 22 ഓണം കടന്നു കിട്ടി. 23-ാമത്തെ ഓണവും കടക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് എന്നോട് ഷിബു വിളിച്ചു പറഞ്ഞ ഒരു വിഷയം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഗ്രൂപ്പിന്റെ വാർഷികത്തിന് ഞാൻ പോയി അവതരിപ്പിച്ച ഒരു വിഷയം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് വിഷയം ഇതാണ്: നമ്മുടെ നിത്യജീവിതത്തില് നമ്മൾ പെരുമാറുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷം കിട്ടുന്നില്ല. പല ഘടകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. കാര്യം കുടിയൊക്കെ നിർത്തി അത്യാവശ്യം സാമ്പത്തികമൊക്കെ ആയി വരുന്ന ആൾക്കാർക്കും കുടിയുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നോക്കിയപ്പോഴും വീടുകളിൽ അകത്ത് യഥാർത്ഥ സന്തോഷം വരുന്നില്ല. സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് മീറ്റിങ്ങിൽ കയറുക. അപ്പോൾ ഗ്രൂപ്പ് മീറ്റിംഗ് കയറുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് നമുക്ക് പല ആൾക്കാരും എന്നോട് തന്നെ വിളിച്ച് ചോദിക്കുന്നു, എന്താണ് മാഷെ ഈ വീടിന്റെ അകത്ത് ഒരു സന്തോഷം ലഭിക്കാൻ എന്താണ് ചെയ്യാം? വിട്ടുകൊടുക്കാനൊക്കെ പറഞ്ഞു. ഞാൻ പലതും വിട്ടുകൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും ചെയ്യുന്നതും പെരുമാറുന്നതും ഒന്നും എനിക്ക് തീരെ അങ്ങോട്ട് യോജിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് കുട്ടികള്, ഈ ഒരു കുറച്ച് പ്രായമായ കുട്ടികൾ, ഒരു 15 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളാണെങ്കിൽ അവര് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല പെരുമാറുന്നത്. ഇത് നേരെയാക്കി നോക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാകെ അസ്വസ്ഥരായിട്ടുള്ളതാണ് പല ആൾക്കാരും. ഞാനും ഇതേപോലെ ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളും കൂടിയാണ്. 2 കുട്ടികളാണ് എനിക്കുള്ളത്, 2 ആൺകുട്ടികളാണ്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാല് സന്തോഷകരമായ ഒരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാവേണ്ടതാണ്. നമ്മളൊരു മദ്യപാനം നിർത്തുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം നശിപ്പിക്കുന്ന ഒരു സാധനം മദ്യമായിരുന്നു. ആ മദ്യപാനമാണ് എല്ലാ ദുരന്തങ്ങൾക്കും കാരണം. വീട്ടിലുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം മദ്യപാനം. അങ്ങനെ ആ വലിയ സംഗതിയെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് തീവ്രമായ ശ്രമം നടത്തി അതില് ചികിത്സയ്ക്കൊക്കെ പോയി. പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു. കുറച്ചു കാലമൊക്കെ ഇതിനകത്തോടൊക്കെ പോയി. അപ്പൊ ഏറെക്കുറെ മദ്യരഹിതമായി ജീവിക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ വന്ന് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യ കുറെ കാലത്തേക്ക് ഈ കള്ളൂടി നിർത്തി എന്നുള്ളതിന്റെ പേരില് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ ആ കാലത്ത് കള്ളൂടിന്റെ നിർത്തുന്ന കാലത്ത് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, മറ്റ് ബന്ധങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും അത് സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് അതായത് ഞാൻ സഹായിക്കാൻ കാരണം ഇയാൾ ഇനി മദ്യപിക്കാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായമൊക്കെ നടത്തി.
അങ്ങനെ 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 പോയി ഇയാളിനി മദ്യപിക്കില്ല എന്ന ഒരു തോന്നൽ വന്നതോടുകൂടി ഈ ആദ്യ കാലത്ത് സപ്പോർട്ട് ചെയ്തവരുടെ സപ്പോർട്ടൊക്കെ മെല്ലെ പിൻവലിച്ചു. കാരണം ഇയാൾ മദ്യപിക്കുക എന്നുള്ളതിനാണല്ലോ സപ്പോർട്ട്. അത് കഴിഞ്ഞ് പിന്നെ ആ, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഞാനും എൻ്റെ ഭാര്യയും രണ്ട് മക്കളുമാണ്. ഇപ്പൊ ഇവിടെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ദിവസങ്ങളിലും ചെലവഴിക്കുന്നത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഈ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ആയി മാറി ഒരു സ്വസ്ഥത നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഏഹ് പലപ്പോഴും എൻ്റെ വീട്ടില്, പലപ്പോഴും പല ഏക്കാരുടെ വീട്ടിലൊക്കെ എത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു മോചനം ലഭിക്കുക എന്നുള്ളത്? മോചനം ലഭിച്ചാൽ മാത്രം പോരാ. നമ്മൾ എയില് ഷെയർ ചെയ്യുമ്പോൾ ഫസ്റ്റില് പറയുന്ന ഒരു ഡയലോഗാണ് സുഖമാണ് സന്തോഷമാണ്. അത് യഥാർത്ഥത്തിൽ എ മീറ്റിംഗ് ചെല്ലുമ്പോൾ ഒക്കെയാണ്. അവിടെ നല്ല സുഖമാണ്, അവിടെ ചെല്ലുമ്പോൾ നല്ല സന്തോഷമാണ്. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇതേ ഞാൻ തന്നെയാണ് വരുന്നതെങ്കിൽ പോലും ആ പറഞ്ഞ സുഖവും സന്തോഷവും ഇവിടെ കിട്ടണില്ല. അപ്പൊ അവരാണോ തരേണ്ടത്, ഞാനാണോ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അവര് പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളുണ്ട്. വിട്ട് നിൽക്കുക, വിട്ടു കൊടുക്കുക, പിന്നെ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുക. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാൻ വെച്ചാൽ ഈ വീട്ടുകാരെ മറ്റൊരാളുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. ആ വീട്ടിലെ ഭാര്യയുടെയും മക്കളുടെയും സ്വഭാവം മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റാൻ പറ്റാത്ത സ്വഭാവത്തെ സ്വീകരിക്കുക, അത് നമ്മൾ ഏറെക്കുറെ ഉൾക്കൊള്ളും. പക്ഷേ ഇവരുടെ ഈ ചില സ്വഭാവങ്ങള് മാറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഞാനാണ്. അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയാ, പരിഹാരം ചെയ്യേണ്ടി വരുന്നത് ഞാനാണ് എന്നുള്ള ഒരു ബോധം ചിലപ്പോൾ വരും. അത് പ്രത്യേകിച്ച് മക്കള് അവര് എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ദുരുമ്പുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് അവരെ നിയന്ത്രിക്കണം. അതുപോലെ ഭാര്യയുടെ എന്താ പറയാ, എന്തെങ്കിലും സാധനം വാങ്ങാനോ അല്ല എന്താ പറയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഭയങ്കര ചെലവിന്റെ കാര്യമൊക്കെ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അവരുടെ സ്വഭാവമാണ് എന്നും പറഞ്ഞിട്ട് അതിന് മാറ്റാൻ പറ്റാത്തതാണ്, അതിന് അതേപടി സ്വീകരിക്കാനും പറ്റില്ല, അതിനെ എതിർക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പോയിട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് ഭാര്യയെയും കാണാം. അതേപോലെ നമ്മൾക്ക് ഒരു മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് വന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതും കേൾക്കാം. അപ്പോഴും നമുക്ക് ദേഷ്യം വരും. അങ്ങനെ ഒരു ഒരു അസ്വസ്ഥതയിലേക്ക് പോവാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നേരത്തെ ഉണ്ടായിരുന്ന അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായ മദ്യപാനമായിരുന്നുവെങ്കിൽ പിന്നീട് വന്നപ്പോൾ വലിയ കാര്യങ്ങളല്ല അസ്വസ്ഥതയിലേക്ക് പോകുന്നത്, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അപ്പൊ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വന്നിട്ട് ആ അസ്വസ്ഥത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് ഈ ഭയങ്കരമായ ഒരു എന്താ പറയാ, ഒരു നീരസമല്ല, ഒരു വിഷമം, ഒരു നിരാശ, എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുള്ള ഈ സംഗതിയൊക്കെ ഇങ്ങോട്ട് വന്ന് അസ്വസ്ഥമായിട്ടിരിക്കുന്ന ആ, അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇവിടെ നിന്നും ഒക്കെ ഒരു മോചനം നേടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മദ്യപിക്കുന്നില്ല, നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ വളരെ, അപ്പോൾ ചിലപ്പോൾ സമയത്ത് ഈ ഫോൺ ചെയ്യുമ്പോൾ ഒക്കെ ഭാര്യ പറയാറുണ്ട്, മറ്റുള്ളവരോട് ഫോൺ ചെയ്യുമ്പോൾ എന്ത് നല്ല ടോണാണ്, ഇവിടെ പറയുമ്പോൾ മാത്രം എന്താ ഇങ്ങനെ എന്ന് ചില ഭാര്യമാര് പറയുന്നതായിട്ട് ഈ ചില ഇത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുണ്ട് ചില, അതായത് പുറമേ ഒക്കെ നല്ല ഹാപ്പിയാണ്, അകത്താണ് പ്രശ്നം. ഏല് പറയുന്നുണ്ട് കുടുംബമാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്, അതുകൊണ്ട് മാറ്റങ്ങൾ തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണെന്ന് ഏല് പറയുന്നു. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ജോലി സ്ഥലത്ത് മാറി
മീറ്റിങ്ങിൽ മാറി, പൊതുസ്ഥലത്തൊക്കെ മാറി, അവിടെയൊക്കെ മാറ്റം വന്നു, ഒരു സ്വീകാര്യത വന്നു, അവരൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ അപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, അംഗീകാരം എന്ന് പറയുന്ന ഒരു സംഗതി, പ്രോത്സാഹനം, അത് വീട്ടിൽ നിന്ന് കിട്ടുക വളരെ പ്രയാസം. അത് എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താലും ആ നല്ല കാര്യങ്ങളൊക്കെ അതവിടെ നിൽക്കും. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ആ മിസ്റ്റേക്കിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു രീതിയും ചില സ്ഥലങ്ങളിൽ ഉണ്ടാവും. ഇവിടെയും ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് അതിനെ അതനുസരിച്ച് ക്രമീകരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി പ്രതികരിക്കും. പ്രതികരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രതികരണത്തിന്റെ മുകളിലാണ് ബാക്കിയുള്ള സംഗതികളൊക്കെ വരിക. അപ്പൊ ഈ യഥാർത്ഥത്തിലുള്ള സന്തോഷം ഉണ്ടാവേണ്ട സ്ഥലത്ത് സന്തോഷമില്ലാതെ പോകുന്ന അവസ്ഥ ഒരു പക്ഷേ ഇതിലുള്ള ആർക്കെങ്കിലും ഒക്കെ അനുഭവിക്കുന്നുണ്ടാവും. അതായത് ഒരു പരിധി വരെ നമ്മൾ ഈ സാമ്പത്തികമായ ഒരു സുസ്ഥിരതയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മെച്ചപ്പെടാമെന്നുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ കാഴ്ചപ്പാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടാണ് ഈ പലപ്പോഴും വീട്ടിലുള്ള മറ്റുള്ളവർ സാമ്പത്തികമായ ചെലവിനെ കുറിച്ച് സംസാരിക്കുക. അത് വേണം, അങ്ങനെ വേണം, അവിടെ പോകണം, ഇത് വേണം. ഇപ്പൊ ഒരു വണ്ടി വാങ്ങാൻ തീരുമാനിച്ചാൽ പോലും ഒരു എക്സാമ്പിൾ, ഒരു 4, 5, 6 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങാൻ തീരുമാനിച്ചാൽ പോലും അയ്യേ അത് പോരാ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവമാണ് പറഞ്ഞത്. അയ്യേ അത് പോരാ, അതൊക്കെ എന്ത്, വാങ്ങുവാണെങ്കിൽ ഒരു 10 ലക്ഷത്തിൻ്റെയെങ്കിലും വണ്ടി വാങ്ങണം. ഈ 5 ലക്ഷത്തിന്റെ വണ്ടി വാങ്ങാൻ എങ്ങനെയാ വാങ്ങാന്ന് വിചാരിച്ച അന്തം വിട്ട അവസാനം ചെറുതാണെങ്കിലും ഒരെണ്ണം വാങ്ങാമെന്ന് തീരുമാനിച്ച് നിൽക്കുന്ന സമയത്താണ് അത് പോരാ. അതിന്റെ അപ്പൊ ഡിമാൻഡുകൾ വീട്ടിൽ നിന്ന് കൂടിക്കൂടി വരും. നമ്മൾ അത് മദ്യപാന കാലത്ത് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ കുറെ സംഗതികളെല്ലാം കൂടെ ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതില് ഈ ഇപ്പോഴുള്ള നമ്മളുടെ അവസ്ഥയും ഇപ്പോഴുള്ള സാമ്പത്തിക അവസ്ഥയും ഇപ്പോഴുള്ള നമ്മളുടെ മാനസിക അവസ്ഥയും ശാരീരിക അവസ്ഥയും ഇതൊന്നും പരിഗണിക്കാതെ നമ്മളോട് സംസാരിക്കുന്ന വീട്ടുകാരുള്ള വീടുകളുണ്ട്. അപ്പോ ശരിക്കും അസ്വസ്ഥത ഉണ്ടാവും. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ ഒന്ന് നോക്കേണ്ടത്. ഒന്നാമത്തത് ചെയ്യേണ്ടത് ഈ ഇത്തരം സംഗതികൾ വീടുകളിൽ ഉണ്ടാകും. അതായത് എന്ന് വിചാരിക്കണം. അതായത് എല്ലാവരും ഈ പുറമേ നിന്ന് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് പോലെ ഒരു അപ്രിസിയേഷൻ ഈ വീട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ അത് കുറെ കഴിയും. നമ്മളിപ്പോ ഒരു ഇല്ലാത്ത ഒരു സംഗതി വാങ്ങിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലത് കേൾക്കുമെന്നല്ലേ വിചാരിക്കുന്നത്. മിക്കവാറും അത് കേൾക്കില്ല. എന്താ ഇത് വാങ്ങിയെന്നൊരു ചോദ്യമാണ് ചിലപ്പോൾ ചോദിക്കുക. ആ രീതിയിലുള്ള നെഗറ്റീവ് ഡയലോഗുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർ പ്രതീക്ഷിച്ചതിന്റെ അത്ര ആയിട്ടില്ല. എന്നാൽ നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു സംഗതി അല്ല കിട്ടുക എന്നും അവരുടെ അംഗീകാരം കിട്ടാൻ ഇനിയും ഒരുപാട് കഴിയണം എന്നും വിചാരിക്കണം. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഇത് കിട്ടുന്നുണ്ടല്ലോ, എന്താ എന്താ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാത്രം എന്താണെന്ന് മനസ്സിലാവാത്തത് എന്ന ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നാൽ നമ്മൾ അസ്വസ്ഥനാണ്. എന്റെ കുടി കൊണ്ട് ഈ പറഞ്ഞ ഈ പുറമേ നിന്ന് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്റെ കുടി കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്റെ കുടി കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ള ആൾക്കാർ ഇതിന്റെ അകത്താണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഇവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ
ആം, ഈ പറഞ്ഞ ആ, എന്താ പറയുക, അംഗീകാരം സാധനങ്ങൾ കിട്ടാനും ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാകും എന്നാണ് ആ, മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യം. പിന്നെ ചിലപ്പോഴൊക്കെ ഈ സന്തോഷമുണ്ടാക്കുന്ന ചില ഘടകങ്ങളെ നമ്മൾ അവഗണിച്ചു പോകും എന്നുള്ളതാണ് മറ്റൊരു സംഗതി. അതായത് സന്തോഷം ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? കൂടിയിരിക്കണം. ഒന്നിച്ച് ഇരിക്കലാണ് ഒരു സംഗതി. ഒന്നിച്ച് ഇരുന്ന് എന്തിനെ കുറിച്ചാണ് പറയുക? ആൾക്കാരെ കുറിച്ച് പറയണോ, അതോ സംഭവങ്ങളെ കുറിച്ച് പറയണോ, അതോ ആശയങ്ങളെ കുറിച്ച് പറയണോ? മിക്കവാറും പറയുക ആൾക്കാരെ കുറിച്ചായിരിക്കും. ഈ ആൾക്കാരെ കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നെഗറ്റീവിലാണ് എത്തിച്ചേരുക. തുടക്കമൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല. അത് വന്ന് 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 അവസാനം എത്തിച്ചേരുക ഒരു ഉടക്കിലായിരിക്കും. അതുകൊണ്ട് ആൾക്കാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയത്, അധികം നേരം നീളാൻ പാടില്ല. വളരെ ഒന്നോ രണ്ടോ മൂന്നോ ഡയലോഗ് കഴിഞ്ഞാൽ ഈ മറ്റുള്ള ആൾക്കാരെ കുറിച്ചുള്ള ചർച്ച ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വേഗം തന്നെ അവസാനിപ്പിക്കണം. അത് വീണ്ടും പിടിച്ചു നീട്ടിക്കഴിഞ്ഞാൽ അയാളുടെ പഴയ ചരിത്രങ്ങളൊക്കെ എടുത്ത്, അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും നെഗറ്റീവുകളൊക്കെ എടുത്ത് പറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, എന്താണ് പറയുക, തമാശ പറയണോ, അല്ലെങ്കിൽ യാത്ര പോയ കാര്യങ്ങൾ പറയണോ? വിഷയങ്ങളാണ് പിന്നൊരു പ്രശ്നം. എന്ത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുക? അപ്പൊ അത് കുടുംബത്തിന്റെ നമ്മുടെ ഈ പുരോഗതിയെക്കുറിച്ചും ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചും ഇപ്പൊ നമുക്കുണ്ടായിട്ടുള്ള പുരോഗതിയെക്കുറിച്ചും നമ്മൾ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന ലെവലിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാം. പിന്നെ മറ്റൊന്നുള്ളത്, ആനുകാലിക സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കാം. പത്രവാർത്തകളെ കുറിച്ച് പറയാം, ടി വിയിൽ കണ്ട ന്യൂസുകളെ കുറിച്ച് പറയാം. ഈ അതൊക്കെ ചിലപ്പോൾ മറ്റേ ആൾക്ക് ഇത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അത് ചർച്ച നടക്കില്ല. പിന്നെ എന്താ പറയാ, മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, ഭാവി കാര്യങ്ങളെ കുറിച്ചൊക്കെ, അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചും ഒക്കെ പറയാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം എടുത്തു വെച്ച് ആ വിഷയത്തെക്കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാൻ നിന്ന് കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. പലപ്പോഴും അതിനുള്ള സമയം ഉണ്ടാവില്ല. ഇനി അങ്ങനെയുള്ള കാര്യം സംസാരിക്കണമെങ്കിൽ ഉണ്ടാവുന്ന ഒരു തടസ്സം എന്ന് പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കേൾക്കാൻ തയ്യാറല്ലാത്ത, അതായത് നമുക്ക് പറയാൻ തോന്നുമ്പോൾ മറ്റേ ആൾ കേൾക്കാൻ തയ്യാറില്ല. ഇനി മറ്റേ ആൾ കേൾക്കാൻ തയ്യാറുള്ളപ്പോൾ ഞാൻ പറയാനുള്ള മൂഡിലുമല്ല. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു മൂഡ് വരണം. ഈ മൂഡ് വരുമ്പോൾ മറ്റേ ആൾ റെഡി അല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പൊ ചിലപ്പം പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതിരിക്കും. അപ്പൊ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴത്തേക്ക് ദേഷ്യം വരും. ഇനി നമുക്കിത് പറയാൻ പറ്റാത്ത സമയത്ത് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ അത് ഇത് എന്ന് പറഞ്ഞിട്ട് പറയാൻ വരുമ്പോൾ മിണ്ടാണ്ടിരിക്കുക, അല്ലെ തന്നെ മനുഷ്യൻ സ്വസ്ഥമില്ലാതിരിക്കുന്ന സമയത്തായി ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത്, അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അത് മാറ്റി വെക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഘടകങ്ങള്, ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്ന, പറയുന്ന ആൾക്ക് പറയാനും കേൾക്കുന്ന ആൾക്ക് കേൾക്കാനും പറ്റുന്ന സമയമെടുത്തല്ലാതെ പറഞ്ഞാൽ ഈ പറഞ്ഞ സംഗതി ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. നീ ഫ്രീ ആയോ? ഒരു കാര്യം നമുക്കൊന്ന് സംസാരിച്ചാലോ എന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് റെഡിയാണ് എന്നുണ്ടെങ്കിലാണ് ശരിക്കും പറയാൻ പാടും. അതല്ലാതെ എനിക്ക് പറയാൻ ഇപ്പൊ തോന്നി വന്നപ്പോഴത്തേക്ക് ഓടി പോയിട്ട് പറയാൻ, ചിലപ്പോൾ അവിടെ അടുക്കളയിൽ എന്തോ തിരക്കിട്ട പണി, ഒരു സാധനം കാണാതെ പോയതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തിരക്കിട്ട പണീന്റെ ഇടയ്ക്കാണ് ചിലപ്പോൾ നമുക്കിത് പറയാൻ തോന്നിയിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് പറയുകയും ചെയ്യും. അവരൊട്ട് ശ്രദ്ധിക്കുകയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തായാലും നേരത്തെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദേഷ്യം വരും. എൻ്റെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഞാനിപ്പോ ചെയ്യുന്ന കാര്യം, പോയിട്ട് നീ ഫ്രീ ആയോ, നമുക്ക് സംസാരിച്ചു. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ ഗൗരവമായ കാര്യമാണെന്ന് ചിലപ്പോൾ അവർ വിചാരിക്കാൻ സാധ്യത. ഒന്ന് രണ്ട് തവണ ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ
മനസ്സിലാവും ഇത് ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ആഹ്, എന്താ പറയുക, തമാശയായിട്ടുള്ള കാര്യമാണ് പോലും പറയണമെങ്കിൽ അതിൻ്റെ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പറയാൻ പറ്റുന്ന സമയത്ത് പറയാം. അതെ, അതേപോലെ ഇങ്ങോട്ട് പറയണ സമയത്ത് അഹ് അത് കേൾക്കുന്നതിന് മുൻവിധിയോട് കൂടിയുള്ള മറുപടി ഒഴിവാക്കി, അതായത് പറയാൻ പോകുമ്പോഴേക്കും തുടങ്ങുമ്പോഴേക്കും മനസ്സിലാവും എന്താ പറയാൻ പോണെന്ന്. സത്യമായിട്ട് ചിലപ്പോൾ കുറെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ തന്നെ മറുപടി പറയുകയാണ് എങ്കിൽ അത് സംസാരം അവിടെ നിന്നു പോകും. അപ്പൊ എന്താണ് പറയണതെന്ന് പറയുന്ന ഫുള്ള് കേൾക്കാനായിട്ട് ഇരിക്കുക എന്നുള്ളത് അല്പം പണിയാണെങ്കിൽ പോലും അത് ഒന്ന് ഇരുന്ന് കേട്ടതിന് ശേഷം പറയുകയാണ് എങ്കിൽ ആ പറഞ്ഞ ആൾക്കെങ്കിലും ഒരു സമാധാനം ഉണ്ടാവും. കേട്ട നമുക്ക് സമാധാനം ഉണ്ടായില്ല. മറ്റേ ആൾക്ക് സമാധാനം ഉണ്ടായാൽ മാത്രമേ എനിക്ക് അവിടെ സമാധാനം കിട്ടുള്ളൂ. എനിക്ക് സമാധാനം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി സമാധാന കേടാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് മറ്റേ ആള് പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ പോലും അയാൾക്ക് സമാധാനം ഉണ്ടാവും, നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഒരു ചെറിയ ടെക്നിക്കാണ് അത്. പിന്നെ ഒരു വലിയ സംഗതി പറയുന്നത് ഇമോഷൻസ്, വികാരങ്ങളൊക്കെ ഈ എല്ലാ സമയത്തും ഒരേ മൂഡായിരിക്കില്ല. അത് നമ്മളൊരു ദിവസം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല മൂഡായിരിക്കും. ഈ മൂഡ് മാറുന്നുണ്ട് എന്ന് ഉള്ള ഒരു തിരിച്ചറിവുണ്ടായാൽ കുറെ കൂടി നമുക്ക് കരുതാൻ പറ്റും. അതായത് ഞാൻ മാത്രമാണ് അസ്വസ്ഥത, മറ്റവരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ മൂഡിലാണെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അവരും ഇതേപോലെ തന്നെ, അതായത് ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ച് സങ്കടത്തിലിരിക്കുകയായിരിക്കും, അതല്ലെങ്കിൽ ആരുടെങ്കിലും ആലോചിച്ച് ദേഷ്യത്തിലിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിരാശയിലിരിക്കുകയായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഓർത്ത് അന്തം വിട്ട് ഭയപ്പെട്ടിരിക്കുകയായിരിക്കും, ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ പലതരം ഇമോഷൻസിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. ഞാനും അങ്ങനെയാണ് ഇരിക്കുക. കാരണം വെറുതെ നമ്മൾ ഇരിക്കുകയല്ലല്ലോ, ഒരു എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ചിലപ്പോൾ സീരിയസ് കാര്യമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വന്നിട്ടൊരു തമാശ പറഞ്ഞാൽ അത് ദഹിക്കുകയില്ല. അപ്പോ ഈ ഇമോഷൻസിനെ പരിഗണിക്കണമെങ്കിൽ എങ്ങനെ പരിഗണിക്കുന്നില്ല, അതും നല്ല പണിയാണ്. ആ ഇമോഷൻസിനെ പരിഗണിക്കാതെ സംസാരിക്കുമ്പോഴാണ് ഇനി ഞാൻ ഒരു കാര്യം പറയാൻ വരുന്നില്ല, എന്ത് പറഞ്ഞാലും ഈ കാരണം ഈ ചാടിക്കടിക്കുക അല്ലെങ്കിൽ എന്ന് പറയാ എന്ന് പറയേണ്ടി വരുന്നത് ഈ പറഞ്ഞ ഏതോ സന്ദർഭത്തിൽ പോയി പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രതികരണത്തിന്റെ ബാക്കിയായിരിക്കും. അപ്പൊ പറഞ്ഞ സമയം തെറ്റിപ്പോയി എന്നുള്ളതാണ്. എന്നിട്ട് ആളെ വിലയിരുത്തുക ചെയ്യുക. അവളങ്ങനെയാണ്, അവരങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിലയിരുത്തുക. ഇതേപോലെ എന്നെയും വിലയിരുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ചൂടാവും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവര് അടിവരയിട്ട് സൂക്ഷിച്ചു വെക്കാൻ കാരണം, ഞാൻ ഇതുപോലെ ഏതോ ഒരു ഇമോഷൻസിൽ നിൽക്കുമ്പോൾ ഇതിനു മുമ്പ് രണ്ടു പ്രാവശ്യം വന്ന് പറഞ്ഞ കാര്യത്തെ അവിടെ ഞാൻ എടുത്ത ആ പ്രതികരണമാണ് അവരെ അങ്ങനെ ഒരു വിലയിരുത്തലാക്കി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അങ്ങനെ ഒന്നുമല്ല. രണ്ടുപേരും മക്കളും എല്ലാവരും തന്നെ സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നന്നായി സംസാരിക്കണമെന്ന ആഗ്രഹമുള്ളവരാണ്. പക്ഷെ ആ സ്വസ്ഥതയുള്ള സമയം എപ്പോഴാണ് കണ്ടുപിടിക്കാനാണ് പ്രയാസം. നമുക്ക് ഫ്രീ ഉള്ള സമയത്താണല്ലോ സംസാരിക്കാം. എനിക്ക് ഫ്രീ ഉള്ള സമയത്ത് മറ്റേ ആള് ഫ്രീ അല്ലാതെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു പൊതു സമയം നിശ്ചയിക്കുകയാണെങ്കിൽ നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് രാത്രിയാണെങ്കിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഊണ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഊണും കഴിക്കാം, ഫ്രീ ആവണം, എന്നിട്ട് ഇരുന്ന് സംസാരിക്കാം. നീ ഫ്രീ ആണോ? ഞാൻ ഫ്രീ ആണ്, എന്നാ കുറച്ച് ഇരിക്കാം എന്ന് പറഞ്ഞ് ഒന്ന് ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ
അത് നല്ല വിജയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് എനിക്ക് എപ്പോഴാണ് ഫ്രീ ആവുക ഇപ്പോഴാണ്. അങ്ങനെ ഒരു ഒരു തുറന്ന ഒരു സംസാരം ഒരു അരമണിക്കൂർ നേരമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി അയാളുടെ സ്വഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ഇല്ലെങ്കിൽ തിരിച്ചറിയുന്നത് മറ്റേ ആറ്റിറ്റ്യൂഡാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോപത്തിന്റെ അല്ലെങ്കിൽ അസ്വസ്ഥയുടെ ടെൻഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് തിരിച്ചറിയുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് അയാളെ വിലയിരുത്തുകയും ചെയ്തത്. ഏതാ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതിന് ആദ്യം ശരിയാക്കേണ്ടത് അവരുടെ മനസ്സ് ശരിയാക്കാൻ പറ്റില്ല. പക്ഷെ അതിനെ ശരിയാവൂല എന്ന് പറഞ്ഞ് വിടാനും പറ്റൂല. ഒരു നല്ല ഡിസ്കഷൻ വെച്ചിട്ട് ചർച്ച വെച്ചിട്ട് ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ, അതായത് സംസാരിക്കേണ്ട സമയം എന്തിനെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് നല്ലതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിന് തയ്യാറുമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് തയ്യാറില്ലാത്തതിന്റെ കാരണം അത് പറയാൻ പോയ സമയത്തിന്റെ ഒക്കെ ഒരു പ്രശ്നമാണ്. പിന്നെ മറ്റൊരു പ്രശ്നം നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സംഗതി നമ്മുടെ വെറുതെ ഇരിക്കുമ്പോഴാണ്. വെറുതെ വീട്ടില് വെറുതെ ഇരിക്കണം എന്നൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടാത്ത കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാല് ഈ ബാത്റൂമിൽ പോവുക. ഈ ബാത്റൂമിൽ പോകുമ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധ പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ ചിന്ത വെറുതെ ഇട്ട് ഇരിക്കുകയില്ല. ചിന്ത ഇങ്ങനെ അലഞ്ഞു തിരിയും ലോകം മുഴുവനും ചുറ്റും. അത് ജനിച്ച അന്ന് മുതലുള്ള കാര്യത്തേക്ക് അത് വളരെ ഫാസ്റ്റായിട്ട് പോകും. മരിക്കുന്നത് വരെയുള്ള കാര്യത്തെക്കുറിച്ചും അത് ഇനി അങ്ങോട്ടുള്ള കാലത്തെക്കുറിച്ചും ഇതെല്ലാം വിത്തിൻ സെക്കൻഡ് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ പോകും. അതായത് മൈൻഡ് ശ്രദ്ധിക്കാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയായിരിക്കും. ഞാൻ പറഞ്ഞ വെറുതെ ഇരിക്കണം എന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ വെറുതെ ഇരിക്കുമ്പോൾ ഇതേ സംഗതി ഉണ്ടാവുന്നത്. എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴും ഉണ്ട്. അപ്പൊ ഒരു എന്തെങ്കിലും ഒരു ചെറിയ കൈകൊണ്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇതേ സംഗതി പലപ്പോഴും പ്രത്യേകിച്ച് പെണ്ണുങ്ങള് സ്ത്രീകള് അടുക്കളയില് ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ഈ പാചകം ചെയ്യാൻ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ അവർക്ക് ചിന്താ പ്രക്രിയ വേണമെന്നില്ല. അപ്പോൾ ഈ ചിന്ത ഇങ്ങനെ അലഞ്ഞു തിരിയാൻ പോകും. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നമ്മൾ അസ്വസ്ഥരാവുന്നുണ്ട്. എനിക്കും അനുഭവമുണ്ട്. അത് വീട്ടില് അത് വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ കുറെ നേരം കഴിയുമ്പോൾ അസ്വസ്ഥതയോടുകൂടിയാണ് അവിടെ നിന്ന് എഴുന്നേൽക്കുക. ആലോചിച്ച് അതിനും ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയ ഒരു കാര്യം, എന്താണോ ചെയ്യുന്നത് ബോധപൂർവം കഷ്ടപ്പെട്ടിട്ട് അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആന്തരിക ശാന്തിയും സമാധാനവും കിട്ടൂ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏകാഗ്രതയാണ്. ഈ ഏകാഗ്രത വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന പണി കാര്യക്ഷമമാവുകയും ഉള്ളൂ. അപ്പൊ അതിൽ വൃത്തിയാവുക, വൃത്തിയോടുകൂടി പണി ചെയ്യുക, അതുപോലെ തന്നെ സ്വസ്ഥത ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക, ഈ കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക എന്നാണ്. ഇനി പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം, ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒക്കെ കുറെ കാലമായി ഒരേ റൂട്ടിൽ വണ്ടി ഓടിച്ചു പോകുന്നതുകൊണ്ട് റൂട്ടൊന്നും നോക്കട്ടില്ലല്ലോ. പിന്നെ വണ്ടി ഓടിക്കൽ എന്ന് പറയുന്നത് അത് ക്ലച്ചും ഗീറും ഒക്കെ തന്നെ അങ്ങോട്ട് മാറിക്കോളും. അതിന്റെ മുകളിൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒറ്റയ്ക്കാ പോകണമെങ്കിൽ എങ്ങനെ എന്ത് പോകും അങ്ങനെ ആലോചിച്ചിട്ട്, മറിച്ച് ബോധപൂർവം മനസ്സിനെ അലഞ്ഞു തിരിയാൻ വിടാതെ ഈ വണ്ടി ഓടിക്കുന്നതിന് ശ്രദ്ധിച്ച്
ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, നന്നായിട്ട് വണ്ടി ഓടിച്ചു പോവാം. പിന്നെ ഒന്നുള്ളത്, നമ്മുടെ സമാധാനം ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും. അപ്പൊ ആരും വന്ന് കെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ സ്വസ്ഥത. അത് സ്വമേധയാ കെടുന്ന ഒരു പ്രക്രിയ ഉള്ളിലുണ്ട്. ആ അതിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ചാലേ നടക്കൂ. അത് വെറും വിചാരം പോരാ, നല്ല വിചാരം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. പുറമേ നിന്നല്ല. യഥാർത്ഥ നമ്മുടെ സ്വസ്ഥതയുടെ ശത്രു നമ്മളുടെ അകത്ത് തന്നെയാണ്. നമ്മളുടെ അനാവശ്യമായ ചിന്തകളാണ്. ചിന്തയെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തയെ ശരിക്കും നിയന്ത്രിക്കാൻ പറ്റും. ചിന്തയെ നിയന്ത്രിക്കണമെങ്കിൽ അതിന് കുറെ ടെക്നിക്കുകൾ ഉണ്ട്. അത് പ്രാക്ടീസ് ചെയ്ത് എടുത്താൽ നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ചിന്ത ഇങ്ങനെ പോവുക എന്നുള്ളത് അത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അതിങ്ങനെ അലഞ്ഞു തിരിയുന്ന മനസ്സ്, ചിന്തകൾ മാത്രമാണല്ലോ ഈ മനസ്സിലുള്ളത്. അത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ഒന്ന് വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചും, ഈ രണ്ട് കാലത്തെക്കുറിച്ചും പോസിറ്റീവ് അല്ല ചിന്തിക്കുക എന്നുള്ളതാണ്. അതിൽ നെഗറ്റീവുകൾ മാത്രമേ വരുള്ളൂ. അതാണ് ഏറ്റവും വലിയ വിറ്റ്. ഈ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ഇനി വരാൻ പോകുന്ന നല്ല കാലമൊന്നല്ല, ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാവും എന്നുള്ള ഒരു ചിന്തയും. അപ്പൊ തന്നെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്ത് നല്ല കാലമായിരുന്നു എന്നല്ല, ആ അന്ന് കണ്ട അല്ല അന്ന് സംഭവിച്ച കുറെ അബദ്ധങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എടുത്ത തെറ്റായ തീരുമാനങ്ങളും എല്ലാം കൂടി ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ അതും അസ്വസ്ഥ ഉണ്ടാവും. ഈ കഴിഞ്ഞ കാലത്തെ കുറിച്ച് അങ്ങനെ ഓർത്തിട്ട് യാതൊരു കാര്യമില്ല എന്നറിയാം. പക്ഷെ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ പഠിക്കുകയും വേണം. പഠിച്ച് അതിനി ആവർത്തിക്കാനും പാടില്ല എന്നും അറിയാം. അപ്പൊ അത് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ പഠിക്കണം എന്ന് വെച്ചിട്ട് ഏത് നേരവും അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധ പോയാൽ ഈ മനസ്സിന് വേറെ പണിയില്ല. മനസ്സ് എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ പണി ഈ രണ്ട് പണിയാണ്. ഒന്നുകിൽ പഴയയിലേക്ക് അല്ലെങ്കിൽ ഭാവിയിലേക്ക്, ഈ രണ്ട് സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കും. ആ മനസ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വെറുതെ ഇരിക്കാൻ പറ്റാത്തൊരു സാധനം. അതുകൊണ്ട് മനസ്സിന് പണി കൊടുക്കുക എന്നുള്ളത് തീരുമാനിക്കുക. ഒന്നുകിൽ പോയി കിടന്നുറങ്ങുക, അതല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുക ഇനി ഒന്നും അല്ലെങ്കിൽ നടക്കുക. നടക്കുമ്പോൾ നടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ചിന്ത ഇങ്ങനെ വിടും. അപ്പൊ നടക്കുമ്പോൾ നടപ്പിൽ ശ്രദ്ധിക്കുക, വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക, കുളിക്കുമ്പോൾ കുളിക്കുന്നതിൽ ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കുറേ നമുക്ക് സമാധാനം കിട്ടും. കാരണം ഈ ചിന്ത അലഞ്ഞു തിരിയാതെ നമുക്ക് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എത്രയോ ലാഭമുണ്ട് നമുക്ക്. ശരിക്കും നല്ല ലാഭമാണ്. കാരണം വെറുതെ ഫ്രീ ആയിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്നത് വലിയ വില കൊടുക്കേണ്ട സാധനമാണ്. പക്ഷെ അത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, ഈ സന്തോഷം. പക്ഷെ അതിനെ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു പ്രശ്നം. ഈ പറഞ്ഞ എന്താ പറയുക, നിലവിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടല്ല പലപ്പോഴും അസ്വസ്ഥനാവും. അങ്ങനെ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ആ ഒരു ഫീലിംഗ് കാണും. അസ്വസ്ഥത വന്നാൽ, ഇപ്പൊ ഒരു ഭയം വന്നാൽ ആ ഭയം മുഖത്ത് വരും. ഈ മുഖത്ത് ഭയമോ അല്ലെങ്കിൽ സങ്കടമോ അല്ലെങ്കിൽ ദേഷ്യമോ ഏതെങ്കിലും ഒരു ഫീലിംഗ് മുഖത്ത് വന്നാൽ ഈ മുഖമാണ് മറ്റേ ആള് കാണുന്നത്, വീട്ടിലുള്ള മറ്റൊരു കാണുന്നത്. അപ്പൊ അവർക്ക് ഈ മുഖം കാണുമ്പോഴേക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് മാറും. അതുകൊണ്ട് പിന്നെ അവര് നമ്മളോട് സംസാരിക്കുന്നത് സ്നേഹത്തിലായിരിക്കില്ല. സ്നേഹത്തിലായിരിക്കില്ല. കാരണം ഈ മുഖമുള്ള ഒരാളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണോ അതുപോലെ സംസാരിക്കുക. അപ്പോ ആ സംസാരത്തിന്റെ ടോണ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത് വീണ്ടും അസ്വസ്ഥത കൂടും. എന്താ അങ്ങനെ പറഞ്ഞത്, എന്തിനാ ഒച്ചയിട്ട് പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പൊ അവർ ഒച്ചയിട്ട് പറയാനുള്ള ഒരു കാരണം അവരുടെ കുഴപ്പമാണെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. എന്റെ മുഖം കണ്ടപ്പോഴാണ് അവർ ഈ ഒച്ചയിട്ട് പറഞ്ഞത്. ഇത് മനസ്സിലാക്കി വന്നപ്പോൾ ഇതൊരു വലിയ സംഭവമാണെന്ന് മനസ്സിലായി. അപ്പൊ ശരിക്കും നമ്മൾ ചിരിച്ച മുഖമാണ് എങ്കിലും
സന്തോഷമുള്ള ഒരു മുഖഭാവമാണെങ്കിൽ എന്നോട് സംസാരിക്കുന്നവർ നല്ലപോലെ സംസാരിക്കും. എനിക്ക് എൻ്റെ മുഖം സീരിയസ് ആണെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ആൾക്കാർ വളരെ ഇതായിട്ടേ പറയുള്ളൂ. അപ്പൊ നമ്മള് അവരെന്താ ഇങ്ങനെ പറഞ്ഞെന്ന് ഉള്ള ഒരു സംശയത്തിൽ നമ്മൾ വീണ്ടും അത് ഒരു എന്താ പറയാ വാക്ക് തർക്കത്തിലേക്ക് പോകാനുള്ള സംഗതി. പിന്നെ ഒരു പ്രശ്നം വരുന്നത് തർക്കമാണ്. ഈ വിട്ടുകൊടുക്കാതെ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ തർക്കം വരുന്നത്. ഓരോ കാര്യത്തെക്കുറിച്ചും വീട്ടിലുള്ള എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എപ്പോഴാണ് രാത്രി കിടക്കേണ്ടത്, എപ്പോഴാണ് ഉണരേണ്ടത് എന്ന ഒരു ചോദ്യം വീട്ടിലുള്ള 4 പേരോട് ചോദിച്ചാൽ 4 പേരും 4 ടൈമായിരിക്കും പറയാം. എന്തിനാ അപ്പൊ അത്ര നേരത്തെ എണീക്കുന്നത്? അല്ലെ ഞാൻ നേരത്തെ എണീച്ചില്ലെങ്കിൽ ശരിയാവൂല. അപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതുപോലെയുള്ള ഒരു ഡെയിലി റുട്ടീനിന്റെയോ അല്ലെങ്കിൽ ഡ്രസ്സ് അഴിച്ചു വെക്കേണ്ടതോ അലക്കിയിടേണ്ടതോ ഇസ്തിരി ഇടേണ്ടതോ അങ്ങനെ ഒരു പിന്നെ രാവിലെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങേണ്ടതിൻ്റെയോ പോവേണ്ട സമയത്തിന് എത്ര സമയം മുമ്പ് ഇറങ്ങണം എന്നുള്ള കാര്യത്തെക്കുറിച്ചോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായമായിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് എല്ലാവരോടും പോകേണ്ടതാണ്. അപ്പൊ അവിടെ 10 മണിക്ക് എത്തണം, അരമണിക്കൂർ യാത്രയുണ്ട്, 9:30-ക്ക് പുറപ്പെടണം. 9:30 എന്നുള്ളത് ഒരു കുറച്ചും കൂടി 5 മിനിറ്റ് മുമ്പ് ഒരു 9:25-നെങ്കിലും പുറപ്പെടണം എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റേ ആള് 9:30 ആയി കഴിഞ്ഞാലും അയാൾ ഒരുങ്ങിയിട്ടുണ്ടാവില്ല. മറ്റേ ആള് മൂന്നാമത്തെ ഒരാള് 9:30 ചിലപ്പോൾ എത്ര നേരത്തെ പോകുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കിട്ടും. 3 പേരും 3 ടൈമായിരിക്കും. മിക്കവാറും ആ യാത്ര പോകുന്ന സമയത്ത് ഭയങ്കര വർക്കായിരിക്കും. കാരണം ഈ നേരത്തെ പോകാൻ പറ്റാത്തതിന്റെ, ഞാൻ തീരുമാനിച്ച പോലെ നടപ്പിലാക്കാൻ പറ്റാത്തതിന്റെ അസ്വസ്ഥമായിട്ടായിരിക്കും വണ്ടിയിലിരിക്കുക. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും മറ്റേ ആളോട് സംസാരിക്കുക. അപ്പോൾ മറ്റേ ആള് ചൂടാവും. എന്താ ഉണ്ടായത്? ശരിക്കും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ ചെറിയ ചെറിയ സംഭവങ്ങളെ അത് അസ്വസ്ഥതയിലേക്ക് പോയി ശാന്തിയും സമാധാനവും കെടുത്തുന്ന നിത്യജീവിത പ്രശ്നങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയ വലിയ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ വലിയൊരു പ്രശ്നമില്ല. പക്ഷെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ മാനേജ് ചെയ്യാനാണ് ഇനിയും പരിശീലിച്ചെടുക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അതാണ് യഥാർത്ഥത്തിൽ സന്തോഷം ഉളവാക്കുന്ന സംഗതി. ഇതേപോലെ വേറെ ഒരു സംഗതിയാണ് ഈ സ്നേഹം എന്ന് പറയുന്ന സംഗതി. അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിലാണല്ലോ ഈ പറഞ്ഞ സന്തോഷം ഉണ്ടാവുക. സ്നേഹിക്കണല്ലോ. ഈ മര്യാദയ്ക്ക് സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല ഇവിടുന്ന്. സ്കൂളിലും പഠിച്ചിട്ടില്ല, ജീവിതത്തിലും പഠിച്ചിട്ടില്ല. എന്താണ് സ്നേഹമൊന്നും അറിയില്ല. എങ്ങനെയാണ് സ്നേഹിക്കുക? സ്നേഹം മനസ്സിന്റെ അകത്ത് നിറയെ സ്നേഹമുണ്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഒറ്റ ആളത് കാണിക്കുന്നില്ല. ഇനി അഥവാ ഇയാളത് കാണിച്ചാൽ തന്നെ മറ്റേക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാണിക്കുന്നില്ല എന്നല്ല, കാണിക്കുന്നത് മറ്റാൾക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഞാൻ ഒരാളോട് സ്നേഹമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം മറ്റേ ആൾക്ക് അതൊരു സ്നേഹപ്രകടമായിട്ട് തോന്നുന്നതേയില്ല. അതുപോലെ മറ്റൊരാൾ വളരെ സ്നേഹത്തിൽ വന്നിട്ട് എന്നോട് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് അത് സ്നേഹപ്രകടമായിട്ട് തോന്നുന്നതേയില്ല. അപ്പോ അത് വലിയൊരു ഒരു അകൽച്ചയിലേക്ക് പോവാനുള്ള സാധ്യത. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ അത്രയും കഷ്ടപ്പെട്ട ഒരു കാര്യം കൊണ്ടും ചെയ്തിട്ട് ഇയാളെ മൈൻഡ് ചെയ്തിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അത് സാധാരണ കാണുന്നതാണ്. അപ്പൊ അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറെ ഇഷ്ടങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും എനിക്കൊരു ഇഷ്ടമുണ്ട്. ഭക്ഷണമാണെങ്കിൽ ഭക്ഷണത്തിലൊരു ഇഷ്ടമുണ്ട്,
അതുപോലെ തന്നെ ചോക്ലേറ്റോ അങ്ങനത്തെ എന്താ വല്ല ബേക്കറി ഒരു പലഹാരങ്ങളാണെങ്കിൽ അതിൽ എനിക്കൊരു ഇഷ്ടമുണ്ട്. സ്ഥലങ്ങൾ, യാത്ര പോകാനുള്ള സ്ഥലങ്ങളെ കുറിച്ച് ഇഷ്ടമുണ്ട്. കേൾക്കാനുള്ള പാട്ടുകളെ കുറിച്ച് ഇഷ്ടമുണ്ട്. കാണേണ്ട TV ചാനലുകളെ കുറിച്ച് ഇഷ്ടമുണ്ട്. മൊബൈലിൽ ഉപയോഗിക്കേണ്ട ആ, എന്താ പറയാ, വീഡിയോകളെ കുറിച്ചോ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കേണ്ട സമയത്തെ കുറിച്ചൊരു നിഷ്ഠയുണ്ട്. ഇഷ്ടം മാത്രമല്ല, ഒരു നിഷ്ഠയുമുണ്ട്. അങ്ങനെയുള്ള എല്ലാത്തിനെ കുറിച്ചും ഒരു ഒരു ഇഷ്ടമുണ്ട്. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നോടൊരു കാര്യം ചെയ്താൽ മാത്രമേ എന്നോട് സ്നേഹമുണ്ടെന്ന് പറയാൻ പറ്റൂ, ഞാൻ പറയുള്ളൂ. അപ്പൊ ഈ സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ ആദ്യം എന്റെ ഇഷ്ടത്തിനല്ല, മറ്റേയാളുടെ ഇഷ്ടം അറിഞ്ഞ് അതിനനുസരിച്ച് ചെയ്താൽ മാത്രമേ സ്നേഹപ്രകടനമാവുള്ളൂ. അതൊരു വലിയ തിരിച്ചറിവാണ്. ഞാൻ നേരത്തെ തിരിച്ച് ചെയ്ത് കുറേ കാലത്ത് അത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുന്നതേ ഇല്ല. ഞാൻ നല്ല ബേക്കറി പലഹാരം കൊണ്ടുവരുന്നു, ഒരാൾക്കും അത് ഇഷ്ടമല്ല. പിന്നെ കുറെ എന്താ പറയാ, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്നു, നല്ല ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു, അത് അവർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷെ ഇവർക്ക് ആർക്കും അത് ഇഷ്ടമല്ല. അപ്പൊ നമ്മളെ പിന്നെ അത് അവസാനം അത് നിർത്തുക, എന്തിനതിങ്ങനെ വാക്കിട്ട് കൊടുക്കും എന്ന ഒരു ചിന്ത വന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ സംഭവം എന്താന്ന് ചോദിച്ചാല്, ഈ ബേക്കറി വാങ്ങിക്കൊണ്ട് വരുമ്പോ എന്റെ ഇഷ്ടത്തിനുള്ള ബേക്കറിയാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വരുന്നത്. എന്നാൽ ഈ കൊടുക്കേണ്ട ഇവർക്കുള്ള ഇഷ്ടം എന്താന്നുള്ള വിവരം അന്വേഷിച്ചിട്ടേ ഇല്ല. ആ അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും ആയിരുന്നു വാങ്ങിക്കൊണ്ട് വന്നതെങ്കിൽ നല്ല കാര്യം. പക്ഷെ എന്റെ ഇഷ്ടത്തിലുള്ള സാധനം ഇവർക്കും ഇഷ്ടമാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവരുടെ ഇഷ്ടം എന്താന്നുള്ളത് അന്വേഷിച്ചില്ല. ഇതുപോലെ ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും പറ്റിപ്പോയ ഒരു മിസ്റ്റേക്ക്, വലിയ വിലേന്റെ ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് മൈൻഡ് ചെയ്തില്ല. അതേസമയം അത്രയും വിലേന്റെ ഒന്നും ഡ്രസ്സ് വേണ്ടിയിരുന്നില്ല. പക്ഷെ ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള തുണിയും ഉള്ള ഒരു ഡ്രസ്സ് അതിനേക്കാൾ എത്രയോ വില കുറച്ച് സാധനം വാങ്ങിക്കൊണ്ട് കൊടുത്താലും അവർക്ക് ഭയങ്കര സന്തോഷമായി. അതേസമയം ഈ- അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിൽ, എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ വലിയ വിലയുടെ സാധനം വാങ്ങി, അത് അവർക്ക് ഇഷ്ടമേ അല്ലാത്തൊരു സാധനമാണ്. അതാണ് അത് മൈൻഡ് ചെയ്യാത്തത്. അപ്പൊ ഈ സ്നേഹപ്രകടനം, സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ വലിയ വിലയുടെ ഒരു ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ അത് അവരത് മൈൻഡ് ചെയ്തു. അപ്പൊ എന്റെ സ്നേഹപ്രകടനം പാളി. അതിന്റെ കാരണം ഇതാണ്: ഈ കുട്ടികളെയും അതേപോലെ ഭാര്യയെയും, തിരിച്ചും ഭർത്താവിനെയും എന്താ പറയാ, സ്നേഹിക്കണം അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇഷ്ടമറിയണം. അത് വേണമെങ്കിൽ ചോദിക്കാലോ, ചോദിച്ചിട്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചോദിച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഏതാ വേണ്ടത്, എങ്ങനത്തെ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് ചെയ്യുന്നത് ആ, അതൊരു 50% ഉള്ളൂ. ചോദിക്കാതെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാലാണ് അത് വലിയ സംഭവമായിട്ട് വരിക. അതായത് എന്റെ ഇഷ്ടങ്ങൾ ഞാൻ പറയാതെ അറിയുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ ഒരു പ്രകടനമായിട്ട് കാണുക. അത് ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് മതിയാവും, ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കാം. പിന്നെ ആരും ഇഷ്ടമാണ് എന്ന് പറയാറില്ല. അങ്ങനെ പറയണം എന്നൊക്കെയാണ്, എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയണം എന്നൊക്കെയാണ്. അത് പറയാൻ വലിയൊരു പണിയുള്ള കാര്യമാണ്. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നീ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ സ്നേഹപ്രകടനമാണ്. ആ വാക്ക്. അതേസമയം കുറ്റം പറയാൻ ഏത് നേരം വേണമെങ്കിലും, നീ എന്തിനാ അത് ചെയ്യാൻ പോയത്, നിന്നോട് ആരാ പറഞ്ഞത് എന്നുള്ള രീതിയിൽ സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനം പറയാൻ നമുക്ക് മടിയാണ്. അത് പറഞ്ഞാൽ എന്തോ മോശമാണെന്ന് വിചാരിച്ചിട്ട് പറയൂല. അതുകൊണ്ട് ആണ് ശരിക്കും ഒരു ഇഷ്ടമില്ലായ്മയായിട്ട് തോന്നുന്ന ഒരു സംഗതി. പിന്നെ ഉള്ള ഒരു സംഗതിയാണ് എവിടെയെങ്കിലും ടച്ച് ചെയ്യാറുള്ളത്. കയ്യിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ തോളിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചിട്ടോ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും.
അതാരായാലും ശരി, എന്റെയും അടുത്ത് വന്ന് എൻ്റെ തോളിൽ കൈയിട്ട് പിടിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ആര് വരാൻ? അങ്ങനെ ഒരു വരവൊന്നും വളരെ ഇല്ല. നമ്മുടെ ഇഷ്ടം അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് ആരും വരത്തില്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവർക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമാവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഈ ടച്ചിങ്, അതായത് ഷെയ്ക്ക് ഹാൻഡ്, തോളിൽ പിടിക്കുക, തോളിൽ ശരീരത്തിൽ തട്ടുക, തോളത്ത് കൈയിടുക, ചേർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അത്തരം സംഗതികൾ ഇടയ്ക്കൊന്ന് ചെയ്തു നോക്കിയാൽ, കുട്ടികളായാലും ശരി, അവർ കുറച്ച് പ്രായമായാലും എത്ര പ്രായമായാലും അത് കെട്ടിപ്പിടിക്കാമെന്നുള്ളതാണ്. ഞാൻ എൻ്റെ മൂത്ത മകന് 30 വയസ്സായി. പക്ഷെ അവന് എന്തെങ്കിലും ഒരു സംഗതി കൊണ്ടുവന്ന് എനിക്ക് കൊണ്ടുവന്ന് തരുമ്പോഴേക്കും ഞാൻ അവനെ കെട്ടി അങ്ങോട്ട് പിടിക്കും. ഭയങ്കര ഇപ്പൊ നമ്മൾ ഏല് മിക്കവാറും നമ്മൾ സ്ഥിരമായി കണ്ടിട്ടുള്ളതാണ്. ഒരു പുതുമക്കാരൻ വന്നു കഴിഞ്ഞാല് അയാളെ അങ്ങ് കുറ്റിപ്പിടിക്കും, ചേർത്ത് പിടിക്കും. അങ്ങനത്തെ ഒരു ചേർത്ത് പിടുത്തമാണ് പല ആൾക്കാരും രക്ഷപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും നല്ല ഒരു സ്നേഹപ്രകടനമാണ് കെട്ടിപ്പിടിക്കുക. അങ്ങനെ കൈ കൊടുക്കുക, ചേർത്ത് പിടിക്കുക, തോളിൽ കൈയിടുക, ഇതൊക്കെ അതിന്റെ ഒരു കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഈ പറഞ്ഞ സംഗതി നമ്മൾ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞാലേ ഈ മനസ്സിനെ ഏകാഗ്രമാക്കി എടുക്കാൻ നമുക്ക് പ്രയാസമുണ്ടെന്ന് കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഈ ശ്രദ്ധ കൊണ്ടുവന്നാൽ നടക്കുന്നവരാണ്. ശ്രദ്ധ ബോധപൂർവം കൊണ്ടുവരണം. ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥത ഉണ്ടാവുന്ന സമയത്ത് ചെറിയ ചെറിയ ടെക്നിക്കുകളൊക്കെ എടുത്തു നോക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ശ്വാസം ഒരു 4 സെക്കൻഡ് കൊണ്ട് വലിച്ചുള്ളിലേക്ക് കയറ്റി ഒരു 5 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുകയും ചെയ്യും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യാൻ പറ്റിയാല് കംപ്ലീറ്റ് ആ അസ്വസ്ഥതയുടെ മൂഡ് അങ്ങോട്ട് മാറിക്കിട്ടും. ഇനി ഇത് അല്ലെങ്കിൽ കൈവിരലുകൾ നന്നായിട്ട് ചുരുട്ടി ഒരു 3 സെക്കൻഡിൽ പിടിച്ച് വളരെ വേഗത്തിൽ അത് റിലീസ് ചെയ്യാം. അങ്ങനെ ഒരു 4-5 തവണ ചെയ്തു കഴിഞ്ഞാലും ആ അസ്വസ്ഥത, പെട്ടെന്നുള്ള ആ അസ്വസ്ഥതയ്ക്ക് ഒരു റിലീസ് നടക്കും. കാൽപാദം ഈ നന്നായിട്ട് തറയിൽ ഈ ചേർത്ത് ചവിട്ടി ഒരു 10 അടി നടന്നാലും മതി എന്നാ പറയുന്നത്. പക്ഷെ ഈ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കണം. ചെയ്യുന്ന ഒരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു മൈൻഡ്ഫുൾനെസ് ഉണ്ടാവും. ശ്വാസം, അതുപോലെ തന്നെ കൈകള്, അപ്പൊ തന്നെ നെഞ്ചില് വെക്കുക കൈ. എന്നിട്ട് ഒരു 5-8 തവണ ശ്വാസോച്ഛ്വാസം നടക്കുമ്പോൾ ആ ശ്വാസത്തില് ശ്രദ്ധിക്കുകയും നെഞ്ചിലുള്ള കയ്യിൽ ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതും ഒരു എന്താ പറയാ, ചിന്തയെ മാറ്റിയെടുക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അസ്വസ്ഥതയുടെ ഒരു പ്രധാന ഘടകം ഈ ചിന്ത എങ്ങനെ അനിയന്ത്രിതമായി പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ആ ചിന്തക്ക് ഒരു ബ്രേക്ക് ഇട്ടാൽ ഈ അസ്വസ്ഥ അപ്പൊ തന്നെ പമ്പ കിടക്കും. അതിങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ എത്ര വിചാരിച്ച് എന്തിനപ്പം ഞാനെങ്ങനെ ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇതുപോലെ സംഗതികൾ ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും രുചിയുള്ള ഒരു സാധനം. പിന്നെ വേറെ ഒരു ടെക്നിക്ക് പറയുന്നുണ്ട്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ എടുക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 5 സാധനത്തിലേക്ക് നോക്കുക. എന്നിട്ട് ഇനി ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു 2-3 ശബ്ദം ഞൊടിക്കുന്നതോ ഏതെങ്കിലും ഒരു 2-3 ശബ്ദം കേൾപ്പിക്കുക. എന്നിട്ട് അതിൽ ശ്രദ്ധ കൊടുക്കുക. ഏതെങ്കിലും സെന്റോ അതുപോലെയുള്ള സാധനങ്ങൾ എടുത്ത് ശ്രദ്ധിച്ച് മണക്കുക. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട രുചിയുള്ള 2 പ്രാവശ്യം എടുത്ത് നാക്കിൽ വെക്കുക. എന്നിട്ട് അതങ്ങോട്ട് രുചിക്കുക.
മണക്കുക, രുചിക്കുക, തൊടുക, കേൾക്കുക, ആ, എന്താ പറയുക, കാണുക, ഈ 5 ഇന്ദ്രിയങ്ങളെ ആ, ബോധപൂർവം ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് അതിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുത്താൽ ഈ അലഞ്ഞു തിരിഞ്ഞ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോഴേക്കും നമ്മളുടെ ഈ അസ്വസ്ഥത മെല്ലെ അങ്ങോട്ട് മാറി കിട്ടും. അസ്വസ്ഥത മാറുമ്പോഴേക്കും നമ്മുടെ മുഖഭാവവും മാറും. അതല്ല എങ്കിൽ സംഭവിക്കുന്ന ഈ ചിന്തയുടെ പ്രത്യേകത അറിയാലോ, ഇത് ഇങ്ങനെ എന്താ പറയാ, മാല 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 പോലെ അങ്ങോട്ട് പോകും. അതിങ്ങനെ പോയി പോയി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു തിയറി പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ചിന്ത വന്നാൽ അതേ വൈബ്രേഷനിലുള്ള അടുത്ത ചിന്തയ്ക്ക് വരും. അത് വന്നു കഴിഞ്ഞാൽ നേരെ അടുത്ത ചിന്തയ്ക്ക് വരും. അങ്ങനെ പോയി 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 എത്രയോ കാലത്തിന് അപ്പുറത്തേക്കുള്ള ചിന്തയിലേക്ക് പോവുകയും നമ്മൾ ഡൗൺ ആവുകയും ചെയ്യും. ഒരാവശ്യമില്ലാത്ത ഒരു ചിന്തയാണ്. ആ ചിന്തയെ അങ്ങനെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ ഒന്ന് നിയന്ത്രിച്ച് കേന്ദ്രീകരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസത്തെയും അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പറ്റും. ഇനി ഭാവിയെ കുറിച്ച് ആലോചിക്കണ്ടേ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആലോചിക്കണം. പക്ഷെ അത് അസ്വസ്ഥതയുള്ള സമയത്തല്ല അത് ആലോചിക്കേണ്ടത്, സ്വസ്ഥതയുള്ള സമയത്താണ് ആലോചിക്കേണ്ടത്. അസ്വസ്ഥതയുള്ള സമയത്ത് അത് ആലോചിച്ചാൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ചിന്തകൾ കൂടെ മാത്രമേ അത് കടന്നു പോകും. ഇപ്പൊ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച്, ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് സ്വസ്ഥമായ മനസ്സിൽ ആലോചിക്കേണ്ട കാര്യമാണ്, അസ്വസ്ഥമായ മനസ്സിലല്ല. അപ്പൊ ആദ്യം വേണ്ടത് മനസ്സിനെ സ്വസ്ഥമാക്കിയിട്ടേ ഭാവിയിലേക്കും അതേപോലെ സ്വസ്ഥതയുള്ള ഒരു മനസ്സിനെ പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പാടും. സ്വസ്ഥത ഇല്ലാത്ത സമയത്ത് പുറകോട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ അസ്വസ്ഥത ഇരട്ടീന്റെ ഇരട്ടിയാവുള്ളൂ. എന്തിനാ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത്? പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെ ഇനി പറ്റാതിരിക്കാനുള്ള പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് അതിന് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്. ഓക്കെ, അപ്പൊ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ ശാന്തി സമാധാനം കിട്ടാനോ ഒക്കെ നമുക്ക് ഈ ഈ മൈൻഡ്ഫുൾനെസ്, അതായത് ശ്രദ്ധ കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും, ഇമോഷൻസിനെ. പിന്നെ അതിന് വേണ്ട ഒരു കാര്യം, ഈ മുൻവിധി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് എന്തിനെ കാണുന്നതിന് മുമ്പേ അതെങ്ങനെ ആയിരിക്കും എന്ന ഒരു മുൻവിധി വെച്ചുകൊണ്ടാണ് എന്തിനെ കാണുന്നത്. അപ്പൊ ഭാര്യയോട് വർത്താനം പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവൾ ഒച്ചപ്പാടുണ്ടാകും. മക്കള് നമ്മളുടെ അടുത്തും ഇതേ മുൻവിധി ആയിട്ടാണ് വരുന്നത് കേട്ടോ. അച്ഛൻ ചൂടാവും, അച്ഛൻ എന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കും എന്ന ഒരു മുൻവിധിയായിട്ട് വരുന്ന മക്കളുടെ മുഖഭാവം കാണുമ്പോൾ നമ്മൾ മറുപടി പറയാനൊരു മടി വരും. കാരണം എന്തെങ്കിലും കാര്യം ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അവര് ചോദിക്കുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അതിന്റെ കാരണം അവരുടെ മുൻവിധിയാണ്. കാരണം ഞാനത് ചൂടാകും എന്ന ഒരു മുൻവിധിയോടുകൂടിയാണ് അവൻ ചോദിക്കാൻ വന്നത്. ഞാൻ ചൂടാവോ ഇല്ലയോ എന്നുള്ള ഒരു ഇപ്പോഴത്തെ കാര്യമാണല്ലോ. പക്ഷെ ചൂടാവാനുള്ള സാധ്യതയ്ക്ക് ഒരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ വന്ന് ചോദിക്കുന്നത്. ഇതേപോലെ നമ്മളും ഒരു പ്രതിരോധം സൃഷ്ടിച്ചു വെച്ചുകൊണ്ട്, ഒരു മറ വെച്ചുകൊണ്ടാണ് ഒരു ചോദ്യം അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നതെങ്കിൽ അവിടെ ഒരു കാര്യവും നടക്കില്ല. അപ്പൊ മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടുകൂടി എന്നാണ് പറയുന്നത്. തുറന്ന മനസ്സോടുകൂടി സംസാരിക്കുക, തുറന്ന മനസ്സോടുകൂടി ചർച്ച ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് സ്വസ്ഥതയും സ്വൈര്യവും സമാധാനവും ഉണ്ടാവും. അപ്പൊ ഒന്നുകൂടെ പറയാം. ഒന്ന്, ശ്വസനത്തിൽ ശ്രദ്ധിക്കുക. 2, ശരീരത്തിൽ ശ്രദ്ധിക്കുക, ശരീരത്തിലെ അനുഭവങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ചിന്തകളെ, ഏത് തരത്തിലുള്ള ചിന്തകളാണ് പോകുന്നത് എന്നുള്ള ഒരു ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഓരോ സമയത്തും ഇപ്പൊ ഞാൻ ഏത് വികാരത്തിലാണ് ഉള്ളതെന്ന് നോക്കുക. ഇപ്പൊ എന്റെ വികാരം എന്താ?
ഇപ്പൊ എൻ്റെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയുള്ള സന്തോഷമാണോ, അതോ ഞാനിപ്പോൾ ദേഷ്യത്തിലാണോ, അതിപ്പോൾ സങ്കടത്തിലാണോ, അതോ വെറുപ്പാണോ എൻ്റെ മനസ്സിലുള്ളത്, അസൂയയാണോ ഉള്ളത്, അഹങ്കാരമാണോ ഉള്ളത്, എന്താണ് എൻ്റെ ഇപ്പോഴത്തെ വികാരം? അവനവന്റെ വികാരത്തെക്കുറിച്ച് ബോധേടാവുക എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. ഞാൻ സ്നേഹം എന്ന വികാരം എനിക്കിപ്പോൾ ഉണ്ടോ, അതോ ഭയമാണോ ഉള്ളത്, അതോ അസ്വസ്ഥതയാണ്? അങ്ങനെ ആ വികാരങ്ങളെ ഒന്ന് തിരിച്ചറിയുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ വികാരങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാത്തൊരു കാര്യമാണത്. കാരണം ഈ ആ ഫോക്കസ് ചെയ്യണേ ചിന്തിക്കണമല്ലോ, ചിന്ത വേറെ വഴിക്ക് പോവല്ലേ. അപ്പൊ നമ്മുടെ വികാരങ്ങളെ നമ്മളത് ആലോചിക്കാറില്ല. എല്ലാവരും ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് വികാരത്തിലാണ് ഇപ്പോൾ ഉള്ളത്? ഈ ഒരു വികാരം വരുമ്പോഴും ഈ വികാരത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും എന്താ പറയാ, നമ്മുടെ ഒരു ഇടപെടൽ രീതിയൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ ചുറ്റുപാടുകളുള്ള സംഗതികള്, ആൾക്കാരുടെ പെരുമാറ്റങ്ങള്, എല്ലാത്തിനോടും നമ്മൾ ബോധപൂർവം പ്രതികരിക്കുക. അതായത് റെസ്പോണ്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. റിയാക്ട് ചെയ്യരുത്. റിയാക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. റിയാക്ട് ചെയ്യുമ്പോൾ അതിന് കാര്യകാരണ വിവേചന ബുദ്ധി ഇല്ല. റിയാക്ഷന് അതിന്റെ വരുംവരായികൾ നോക്കൂല. അതിന്റെ എന്താ പറയാ, അത് സഡൻ ആയിരിക്കും ഉണ്ടാവുക. അത് ചിലപ്പോൾ അതിന്റെ ടോണ് വേറെ ആയിരിക്കും ഉണ്ടാവുക, രൂക്ഷമായ ടോൺ ഉണ്ടാവുക. ഇപ്പൊ ഏതൊരു കാര്യത്തോട് പ്രതികരിക്കുമ്പോഴും ഈ രണ്ട് സംഗതികളുള്ളതിൽ റിയാക്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ അവര് പറഞ്ഞു, കുറച്ചു നേരം ആലോചിച്ചു, എന്നിട്ട് അതിന്റെ ഒരു വിശകലനം നടത്തി, എന്നിട്ട് അതിനൊരു മറുപടി പറയുമ്പോഴാണ് യുക്തിപരമായ മറുപടി ഉണ്ടാവുക. മറ്റതിന് യുക്തിയില്ല. എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഈ പറയുന്ന രണ്ടാമത് റെസ്പോണ്ട് ചെയ്യുന്നതിന് യുക്തിയുണ്ട്, റിയാക്ട് ചെയ്യുന്നതിന് യുക്തിയില്ല. അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യുന്നവരാണോ റെസ്പോണ്ട് ചെയ്യുന്നവരാണോ എന്നൊന്നും പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വെട്ടൊന്ന് കഷ്ണം രണ്ട്, അല്ലെങ്കിൽ ഇടിപിടി എന്ന് മറുപടി പറയുന്ന ആളാണോ, അതോ എന്തെങ്കിലും കേട്ടിട്ട് മിണ്ടാതെ മുങ്ങാമൂളിയായിട്ടിരിക്കുന്ന ആളാണോ, ഒരു മറുപടിയും പറയാതിരിക്കുന്ന ആളാണോ, അതോ ആലോചിച്ച് തീരുമാനം എടുത്ത് മറുപടി പറയുന്ന ആളാണോ? മറ്റേ രണ്ടും ഗുണമില്ല. പെട്ടെന്ന് മറുപടി പറയുന്ന ആളും ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന ആളും. അതായത് ഈ പെട്ടെന്ന് മറുപടി പറയുന്ന ആൾക്കാർക്കുള്ളൊരു പ്രശ്നമുണ്ട് കേട്ടോ. അവര് പെട്ടെന്ന് മറുപടി പറയുമ്പോൾ മറ്റേ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്നേരം അവര് പറയും, ഞാൻ ഇനി ഒന്നും പറയാൻ വരുന്നില്ല, ഒരു ഇത് പറയാൻ വന്ന ഇങ്ങനെ, അതുകൊണ്ട് ഞാൻ ഇനി ഒരു പരിപാടിക്കില്ല. ആ തീരുമാനം അല്ല എടുക്കേണ്ടത്. എടുക്കേണ്ട തീരുമാനം അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പറ്റുമോ നോക്കല. പറയണത് കേൾക്കുന്നില്ല, നീ മിണ്ടുന്നില്ല, ഇങ്ങനെ എല്ലാ സാധനവും രണ്ട് എക്സ്ട്രീം എൻഡിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധ. ഇത് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഇതിന്റെ ഇടയിൽ ഒരു സംഗതി ഉണ്ട് എല്ലാത്തിൻ്റെയും. ആ സംഗതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്താൻ പറ്റൂല. ആ സംഗതിയിലേക്ക് പ്രാക്ടീസ് ചെയ്താലേ എത്താൻ പറ്റുള്ളൂ. ഏതിന്റെ ഇടയിലാന്ന് മനസ്സിലായി കാണും. വികാരങ്ങൾ വരുമ്പോ ഒന്നുകിൽ രൂക്ഷമായി പ്രതികരിക്കുക, അല്ലെങ്കിൽ ഒന്നും മിണ്ടാണ്ടിരിക്കുക. അതല്ല, ഇത് രണ്ടും അല്ല. അതിന്റെ ഇടയിൽ ആലോചിച്ച് സാവകാശം പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയേണ്ട രീതിയിൽ പറയാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. ഇല്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥത കളയുന്ന ആള് നമ്മൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. ഏതായാലും പിന്നെ ഇതിനെ ഒരു പ്രശ്നം പറയുന്നത്, ഇത്തരം നെഗറ്റീവ് ചിന്തകള് നമ്മളത് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഈ ഒരു ഡിപ്രഷനിലേക്ക്, വിഷാദ രോഗത്തിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്,
ഒക്കെ ഈ പോവാനുള്ള സാധ്യതയുണ്ട്. എ- എനിക്ക് പേഴ്സണലായിട്ട് പല ഫോണുകളും വരാറുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു 4 പേരെങ്കിലും എന്നെ വിളിച്ചു, പലയിടങ്ങളിൽ, കേരളത്തിൽ നിന്ന് പലയിടങ്ങളിൽ നിന്ന് വിളിച്ച പല എന്നുവെച്ചാൽ അങ്ങ് തെക്ക് മുതൽ വടക്ക് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് ഇവരൊക്കെ ഈ സംസാരിക്കുന്നത് പലതും ചെറിയ ചെറിയ അസ്വസ്ഥതകളെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ചോദിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാമെന്നും പറഞ്ഞത്. ഏഹ് അതിന് പോലും അതിനെ പോലും മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ വളർത്തിയെടുത്തിട്ടില്ല. നമ്മൾ ഈ കള്ളു കുടിക്കുന്ന സമയത്ത് ഈ കഴിവുകൾ വളർത്തിയെടുക്കേണ്ട സമയത്ത് ആ, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പോയി മദ്യപിച്ചത് കൊണ്ട് ഈ വികാരങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ഒരു മൈൻഡ് ചെയ്തിട്ടില്ല. ഈ വികാരങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാവുന്നതായിരുന്നു. പക്ഷെ നിയന്ത്രണമില്ലാത്ത വികാര പ്രകടനത്തിന്റെ ആളായി വന്നു മദ്യപാനം കൊണ്ട്. ആ മൈൻഡ് വീണ്ടും മദ്യപാനം നിർത്തിയിട്ടും അത് തന്നെ തുടരും. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കാര്യമായി പ്രതികരിക്കും, അല്ലെങ്കിൽ ഒന്നിനും മിണ്ടാതെ പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് ഒരു മാന്യനായ ഒരാള് മാന്യതയോടുകൂടി സംസാരിക്കുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലേക്ക് വളരുമ്പോഴാണ് നമുക്ക് കുടുംബ ജീവിതവും സന്തോഷകരമായി പോവുക. അതിന് ഇത്തരം ചില ടെക്നിക്കുകളാണ് ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് നല്ല ഒരു അന്വേഷണം നടത്തുക. ഒന്ന്, എൻ്റെ ചിന്തകളെ കുറിച്ച് നന്നായിട്ട് അന്വേഷണം നടത്തുക. ഏത് ടൈപ്പ് ചിന്തയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? രണ്ട്, എൻ്റെ വികാരങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഏതെല്ലാം വികാരങ്ങളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ആവശ്യമുള്ളതോ അനാവശ്യമായതോ എല്ലാ വികാരങ്ങളെയും ടെസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് അത് വെച്ച് ഒരു ദിവസം ഇനി ഇനിയും മറ്റൊന്നുള്ളത്, ഈ വികാരം വരുമ്പോ ചിലപ്പോൾ ചിന്തിച്ചു കൊള്ളുന്നില്ല. പക്ഷെ ആ വികാരം ഇറങ്ങി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് വിശകലനം നടത്തണം. എന്തിനാണ് അങ്ങനെ ഒരു വികാരം വരാണ്ടായ കാരണം എന്താണ്? എന്നിട്ട് അത് എത്ര നേരം നിന്നു? അതുകൊണ്ട് ഗുണമാണോ ഉണ്ടായത്, ദോഷമാണോ ഉണ്ടായത് എന്ന് നോക്കി ആ വികാരങ്ങളെ ഒന്ന് വിശകലനം ചെയ്താൽ, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ അത് ആ വികാരങ്ങളെ നമ്മൾക്ക് നമ്മുടെ പടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഒരു ടെക്നിക്ക്. ഏതായാലും പിന്നെ ഒന്നുള്ളത്, നമ്മുടെ ഞാൻ വിചാരിച്ചതുപോലെ നടക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റുക. അതായത്, ഞാൻ ഇപ്പൊ പറഞ്ഞോന്നറിയില്ല, ഏതായാലും എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഏത്, എൻ്റെ കൈ കൊണ്ടോ എൻ്റെ കാലുകൊണ്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ ഭക്ഷണം കഴിക്കണോ, അല്ലെ ഞാനിപ്പോ കിടന്ന് ഉറങ്ങണോ, ഇപ്പൊ വെള്ളം കുടിക്കണോ, അത് വിചാരിച്ചാൽ അന്നേരം ചെയ്യാൻ പറ്റും. അതേപോലെ ഞാൻ വിചാരിച്ചാൽ ചെയ്യേണ്ടത് ഞാനല്ല മറ്റൊരാളാണെന്ന് കരുതുക. ചിലപ്പോൾ അയാൾക്കത് ആ വിചാരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യാൻ അയാൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ വരുമ്പോൾ ദേഷ്യം വരും. അതായത് ഞാനൊരു കാര്യം പറയുന്നു, ആ ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ അന്നേരം ചെയ്യുന്നു. ഞാൻ വേറൊരാളെ കൊണ്ട് ചെയ്യിക്കേണ്ടതാണെങ്കിൽ അയാൾ അന്നേരം ചെയ്യാൻ വിമുഖത കാണിച്ചാൽ ദേഷ്യം വരും. അതായത് എൻ്റെ കാര്യം ഞാൻ ചെയ്യുന്നത് പോലെയാണ് എൻ്റെ ചിന്ത മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നത്. എൻ്റെ ചിന്തയിൽ വന്ന കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നത് എൻ്റെ കാര്യം എൻ്റെ ചിന്തയിൽ വന്നത് ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. അതായത് പെട്ടെന്ന് ഇടിപിടിയുന്ന കാര്യങ്ങൾ നടക്കും. അത് നടക്കാൻ സാധ്യതയില്ല. അപ്പോഴും ബഹളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ എൻ്റെ കാര്യം ഞാൻ വിചാരിക്കുന്നത് പോലെ നടക്കൂല എന്നും പറയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് പോലെ ഞാൻ വിചാരിച്ച സമയത്ത് ചിലപ്പോൾ നടക്കില്ല. ഇപ്പൊ നടക്കണം വിചാരിച്ചാൽ നടക്കില്ല. ചിലപ്പോൾ അതിന് സാവകാശം വേണ്ടി വരും. ആ സാവകാശത്തിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇനി നിങ്ങൾക്കും പറയാനുണ്ടാവും പല കാര്യങ്ങളും. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തവപ്പ എന്ന കഥ പറയാനുണ്ടാവും പല കാര്യങ്ങളും.
അതിലൊന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അസ്വസ്ഥത ഉണ്ടാവാനുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. പക്ഷെ അതിന് ഫോക്കസ് ചെയ്യുന്നില്ല പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അതാ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഫോക്കസ് ചെയ്താൽ ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടി സന്തോഷം നമുക്ക് ഉണ്ടായും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ബിജു മാഷ്, താങ്ക് യു മാഷ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാഷ് ഇപ്പൊ സംസാരിച്ചതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ കൂട്ടിച്ചേർക്കാനോ നന്ദി പറയാനുള്ള സമയമുണ്ട്. നമുക്കൊരു 15 മിനിറ്റും കൂടെ ഉണ്ട്. നമ്മൾ മൊത്തം ഞാനടക്കം മാഷടക്കം 24 പേരുണ്ട്. സമയം ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് വരാവുന്നതാണ്. നമ്മുടെ അനുഭവങ്ങളൊന്ന് പങ്കുവച്ചാൽ മതി. സുഹൃത്തുക്കളെ, എല്ലാവരും തിരക്കിലാണോ? ആർക്ക് വേണമെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. മാഷ് നമുക്ക് വേണ്ടി 1.25 മണിക്കൂർ ഈ വിഷയത്തെക്കുറിച്ച് നിർത്താതെ സംസാരിച്ചതാണ്. നമുക്കുണ്ടായ ചെറിയ അനുഭവങ്ങൾ പോലും പങ്കുവയ്ക്കാവുന്നതാണ്. രതീഷ് ഭായ് പറയൂ. ഹലോ ശ്രീനേട്ടാ. ഓക്കെ. പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും കൂട്ടായ്മയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇന്ന് ദിവസം മദ്യവെച്ചിട്ടില്ല. എൻ്റെ പേര് രതീഷ്. ഇപ്പോ രതീഷ് നമ്മളെ ഭായ് ഹായ് 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 രതീഷ് ഹായ് അച്ഛൻ പഴയങ്ങാടി. ഹായ് ഹായ് സർ. പിന്നെ ഞാൻ ഇപ്പൊ മാഷ് പറഞ്ഞൊരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അധികം ഇപ്പൊ വെച്ചാല് ഞാൻ ഈ ന്യൂസ് പേപ്പർ എടുത്തിട്ട് എൻ്റെ ബാഗ്, ഞാൻ ഈ മറ്റേ ലോഡിങ്ങിനെല്ലാം പോകുമ്പോ ഇടവേളകൾ കിട്ടി വായിക്കാന്ന് വെച്ചിട്ട് ഈ ന്യൂസ് പേപ്പർ എടുത്തിട്ട് എൻ്റെ ബാഗിലിടും. സൈഡ് മറ്റേ നമ്മ പണി ഡ്രസ്സിൽ എടുക്കുന്ന ബാഗിലിട്ടിട്ട് പോകും. പക്ഷെ ഇടവേളകൾ കിട്ടിക്കഴിഞ്ഞാല് ഞാനത് വായിക്കൂല. വായിക്കാൻ നല്ല മനസ്സ് പറയും, പക്ഷെ വായിക്കാൻ എനിക്ക് എന്തോ തോന്നൂല. അപ്പം വേറെ എന്തെങ്കിലും വർത്താനത്തിലോ അല്ലെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫോണിൽ ഇപ്പൊ ഗ്രൂപ്പിലെ ചില മെസ്സേജുകൾ അതെല്ലാം വായിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും അതിന്റെ ടോപ്പിക് അങ്ങനെയെല്ലാം കേട്ടിട്ട് ഇങ്ങനെ സമയം കളയും. പക്ഷെ ഉച്ചക്കും റെസ്റ്റിന്റെ സമയത്ത് ഇങ്ങനെ പത്രം വായിക്കുന്ന ചിന്തയുണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും തന്നത്തെ വിഷയത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ചിന്ത ഇങ്ങനെ കടന്നു വരും. പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ഇത് വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മാഷ് പറയുമ്പോൾ ക്ലിയർ ആയി, പക്ഷെ അത് കുറച്ചിപ്പോ ഒരു 1.5 മാസമായിട്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ തന്നെ എന്താണെന്നറിയില്ല. എന്റെ മനസ്സിന് എന്തോ ഒരു ചിന്താ കുഴപ്പമുണ്ട്. അതെന്താന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ വായിക്കാൻ വിചാരിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാൻ വിചാരിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു നമ്മളിപ്പോ പെട്ടെന്ന് ഗ്രൂപ്പിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഇപ്പോ ഒരു വാർഷികം ആയ ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വഭാവ ജീവിതത്തിന്റെ ഇത്ര വർഷമായതുണ്ടാവും. അപ്പൊ അവരെ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ ഉണ്ടാവും. എന്നാലും തന്നെ എനിക്ക് തോന്നുന്നു അവരെ വിളിക്കണം, വിളിച്ചിട്ടൊന്ന് ആശംസ അറിയിക്കണം എന്നുണ്ടാവും. പക്ഷെ അവരെ വിളിക്കണം വിചാരിക്കുന്നല്ലാണ്ട് വിളിക്കാൻ തോന്നൂല. വിളിക്കണം എന്നില്ല എന്റെ മനസ്സിലുണ്ടാവും ഇപ്പം വിളിക്കാം, പക്ഷെ അന്നേരം തന്നെ വിളിക്കൂല. പക്ഷെ ഇപ്പൊ മാഷ് പറയും മനസ്സിലായി, ആ വിളിക്കണം തോന്നുമ്പം തന്നെ വിളിക്കേണ്ടതാണോ, അല്ലാതെ എന്തുകൊണ്ടാണ് അതിൽ തന്നെയാണോ മാഷ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ചെറിയൊരു ഇത് കിട്ടി. പക്ഷെ ആ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിളിക്കാന്ന് വെച്ചിട്ട് മാറ്റി വെക്കൽ, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് വിളിക്കേണ്ട ഒരു സുഹൃത്തിനെ വിളിക്കാന്ന് വെച്ചിട്ട് മാറ്റി വെക്കൽ, അതെല്ലാം ഉണ്ട്. അത് എന്തോ ചിന്താക്കുഴപ്പമാണോ അല്ല അത് അങ്ങനെ നടക്കുന്നതാണോ. അപ്പൊ ഒരു കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലാന്ന് വെച്ചാൽ ആ കാര്യം എന്താ തന്നെ ചെയ്യാൻ മാറ്റി വെക്കാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണെന്നുള്ള ഒരു ബോധ്യം ഇപ്പൊ എന്തായാലും വന്ന്. എന്തായാലും അത്തരം വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന മാഷിന് എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ശ്രീനോട്ടാ. താങ്ക് യു മാഷേ. താങ്ക് യു രതീഷ് ഭായ്. താങ്ക് യു സുഹൃത്തുക്കളെ. അടുത്ത അടുത്ത അനുഭവങ്ങൾ പങ്കുവെക്കാണ്ട് നമുക്ക് സമയമുണ്ട്. ഫ്രീ ആയിട്ടുള്ളവർ മുന്നോട്ട് വരൂ. ഹലോ, ആ താങ്ക് യു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ഒരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും ആൽക്കോളിക്സ് അനോണിമസ് കൂട്ടായ്മയുടെ വലിയ സംരക്ഷണ വലയത്തിൽ അതിനാലും ഇന്നേ ദിവസം മദ്യവെച്ചിട്ടില്ല. എൻ്റെ പേര് ഡൻവർ. ഹായ്. ഹായ് ധനൂർ ഭായ്. ഹായ് ഡെനോറേട്ടാ. ഹായ്, വളരെ സന്തോഷം. എന്തായാലും
മാഷ ഒരിക്കൽ കൂടി കേൾക്കാൻ സാധിച്ചു. ഇന്ന് രാവിലെ കുറെ സംസാരിച്ചതാണ് പേഴ്സണലി. പിന്നെ ഞാൻ ഏല് എത്തിയ കാലം തൊട്ട് മാഷയുടെ അടുത്ത് കുറെ ഇതുപോലത്തെ ടിപ്സ് കിട്ടിയിട്ടുണ്ട്. അത് പല രീതിയിൽ പല സമയങ്ങളിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തുടക്കകാലത്ത് സുബോധ ജീവിതം പുസ്തകത്തിനെ ആണ് മാഷ് അധികം ബേസ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. അതില് ഈ കുടിയിന്റെ ഒരു പ്രശ്നം മാറി നിൽക്കുമ്പം പിന്നെ നേരത്തെ മാഷ് പറഞ്ഞൊരു രസകരമായ ഒരു സത്യം, ഏറ്റവും വലിയ പ്രശ്നങ്ങള് വളരെ നിസ്സാരവൽക്കരിച്ചിട്ട് കോംപ്രമൈസ് പെട്ടെന്ന് അത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ചെറിയ പ്രശ്നങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകലാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും ചെറിയ പ്രശ്നങ്ങളാണ് എൻ്റെ വലിയ പ്രശ്നങ്ങൾ. അങ്ങനത്തെ ചെറുതിനെ കുറെ കുട്ടി 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 വെച്ച് ലോഡാക്കിയിട്ട് ഓരോ വ്യക്തികളെയും ഓരോ ഫയല് എന്നുള്ള രീതിയിൽ അതിങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട കുറെ വ്യക്തികളെ മേലുള്ള ഫയലുകൾ ഇങ്ങനെ കൂടെ നടക്കുവാണ്. അത് പക്ഷേ അതിന്റെ അകത്ത് കൃത്യമായ ഒരു പരിഹാരം വേണമെന്നുള്ളത് അറിയാം. അത് ഞാൻ കൊണ്ടു നടക്കാൻ പാടില്ല എന്നറിയാം. നീരസവും ദേഷ്യവും ഇതെല്ലാം എനിക്ക് അപകടമാണെന്നറിയാം. പക്ഷെ ഈ സാധനം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്, അത് ഞാൻ അവരെ ഓട് ചെയ്യുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സഹായിക്കുന്നു. അവരെ ഞാൻ ഉപദ്രവിക്കുന്നില്ല, ആ വ്യക്തികളെ ഞാൻ ശല്യം ചെയ്യുന്നില്ല, ഞാൻ കുടിച്ചിട്ടോ കുടിക്കാണ്ടോ എൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ അവർക്ക് വിനയാകുന്നില്ല. അതേപോലെ തന്നെ അവരെ എന്നെ വിനയാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലും പൂർണ്ണമായിട്ട് പിന്നെ ഉപേക്ഷിക്കുക എന്നുള്ളതിലുപരി ഒരു എന്റേതായ ജീവിത രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആശയക്കുഴപ്പമെല്ലാം വരുന്നിടത്ത് രണ്ടേ രണ്ട് വാക്കിൽ മാഷ് അതിന് ഉത്തരം നൽകി എന്നുള്ളതാണ്. വിട്ടുകൊടുക്കുക, വിട്ടു നിൽക്കുക. ശരിക്കും പറഞ്ഞാല് അവിടെ മറ്റുള്ളവരെ അവരെ ശരികള് നമ്മളടുത്ത് നമ്മളെ ശരികൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്നുള്ള ഒരു സംഭവം ബേസ് ചെയ്തിട്ട് മാഷിപ്പം കുറെ കാര്യങ്ങൾ പറഞ്ഞത്. അത് നമുക്ക് വിത്ത് എന്റെ സഹായത്തിൽ അത് പ്രാക്ടിക്കലായിട്ട് പറ്റും. പക്ഷെ മറ്റുള്ളവർ ഈ പണിയെടുക്കുന്നിടത്ത് അവരെ ശരികൾ, അവരെ വിശ്വാസങ്ങൾ, അവരെ മതപരമായ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടോ എന്തെങ്കിലും തരത്തിലുള്ള അവരെ ജീവിത രീതി നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നിരന്തരമായിട്ട് ശ്രമിക്കുന്ന ആ ഒരു പ്രശ്നത്തിന് ഞാൻ സ്ഥിരമായിട്ട് കുടുംബത്തിൽ നേരിടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ മേലെ ഏത് രീതി എടുക്കണം എന്നുള്ള ഒരു പ്രോബ്ലം കൊണ്ട് ശരിക്കും അവിടെ എന്താ പറയാ, ഈ മറ്റേ ബൈബിളിലെ കഥയിലുള്ള ഈ ധൂർത്തുപുത്രൻ നന്നായിട്ട് തിരിച്ചു വരുന്നതിന് കാത്തിരിക്കുന്ന പോലെ അവർ ഇരിക്കുന്നു. ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് അതേ കാഴ്ചപ്പാടിൽ ഞാൻ അങ്ങോട്ടും കാണുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രശ്നത്തിന്റെ മേലെ ഇപ്പൊ എനിക്ക് എൻ്റെ സുബോധത്തിന് തടസ്സം നിൽക്കാത്ത രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ സുബോധത്തിന് റിസ്ക് വെക്കുന്ന ഒരു കാര്യം ചെയ്യാണ്ട് നിൽക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പാലിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ രണ്ട് വാക്കിൽ കിട്ടിയ ആ ഉത്തരം ഞാൻ എന്താ പറയാ സ്വർണം കിട്ടിയ പോലെയാണ്. വിട്ടുകൊടുക്കുക, വിട്ടു നിൽക്കുക. വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നുള്ളൂ. എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല. ഞാൻ പറയേണ്ടതായ ആകെ പറഞ്ഞു കഴിഞ്ഞു, മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞു, കാര്യങ്ങളിൽ ഉള്ള പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്ത് തന്നെയായാലും അത് ഇനിയും അത് ആവർത്തിക്കപ്പെടുന്നു എങ്കിൽ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക, ഞാൻ വിട്ടു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നാട്ടുകാരെയും മറ്റ് വ്യക്തി വിധേയത്വത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുന്ന സാമൂഹിക പിന്നെ കാഴ്ചപ്പാടുകളുടെ മേലെയൊന്നും ഞാൻ ഈ സത്യാവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എൻ്റെ ശരി നേടിയെടുക്കേണ്ട മാർക്കിങ്ങിന് ഞാൻ നിൽക്കാതെ ഇരിക്കുക എന്നുള്ളത് ഇന്ന് എനിക്ക് പാലിക്കാൻ പറ്റുന്നുണ്ട്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റുന്നുണ്ട്. ശരിക്കും ബിഗ് ബുക്കിലെ ഒരു രസകരമായ വരി പറഞ്ഞാല് പിന്നെ മറ്റൊരാളെ അന്തർസ്പർശിയായ, അത് വലിയൊരു വാചകമാണ് ബിഗ് ബുക്ക്, പക്ഷെ നടക്കുന്ന വെച്ചിട്ട് അത് രസകരമായി എന്നുള്ളൂ. മറ്റൊരാളെ അന്തർസ്പർശിയായ കാര്യങ്ങളെ അയാളുടെ അനുവാദമില്ലാതെ ചർച്ച ചെയ്യില്ല, അങ്ങനെ ഒരു സാധനമുണ്ട് ഇവിടെ. പക്ഷേ ഈ എൻ്റെ എല്ലാം കാര്യത്തില് ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും പിന്നെ ജീവിതത്തില് കുടിക്കുന്ന സമയത്ത് ഇല്ലാത്ത തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു അനാവശ്യമായ ഒരു കള്ളക്കേസിന് ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ എല്ലാ സാഹചര്യത്തിൽ തീ പിടിക്കുന്ന പോലെ ചിലപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം എല്ലാം കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു എനർജി ആയിട്ട് മാറുന്ന ഒരു തരത്തിൽ ഈ കാഴ്ചപ്പാട് മാറ്റുക, അവനവന്റെ കാഴ്ചപ്പാട് മാറ്റുക എന്നല്ലാണ്ട് മറ്റേ ഭാഗത്തൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു തലം മുന്നേ അറിയാം. അങ്ങനെ ഇങ്ങനെയായിട്ട് ചെറുങ്ങനെ അറിയാന്നുള്ളത് ആ ഒരു തലത്തിലേക്ക് എത്താന് ഈ കൂട്ടായ്മയാണ് സഹായിച്ചത്. അതിൽ വിജയൻ മാഷ ടിപ്സിലേക്ക് അത് പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞ് സഹായിക്കലുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്നത്.
എന്തായാലും ഇന്ന് വളരെ വിശദമായിട്ട് ഈ ഒരു വിഷയത്തിനെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാൻ മാറ്റി കാണിച്ച് ആ ഒരു സമയത്തിന് വില പിടിച്ച സമയത്തിന് നന്ദി പറയുന്നു. എന്തായാലും എല്ലാവർക്കും ശുഭദിനാശംസകൾ, തിരുവോണാശംസകൾ. താങ്ക് യു.